ഹായ് നമസ്കാരം. എൻ്റെ പേര് സബീന എന്നാണ്. ഞാനൊരു ലൈഫ് കോച്ചാണ്. നമുക്ക് ആത്മവിശ്വാസം നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള 5 വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കോൺഫിഡൻസ് നേടിയെടുക്കാൻ നമുക്ക് ജനിച്ചപ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻസോട് കൂടിയല്ലല്ലോ ജനിക്കുന്നത്. പല പല സാഹചര്യങ്ങളുടെ പല പ്രശ്നങ്ങളിലൂടെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻസുകളൊക്കെ തന്നെ നമ്മൾ ചെറുതിലെയും അതുപോലെ തന്നെ മുതിർന്നപ്പോഴും പല പല വഴികളിലൂടെയൊക്കെ നമുക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ നല്ല കോൺഫിഡൻസോട് കൂടിയും നല്ല പ്യുവർ മൈൻഡോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ ജനിക്കുന്നത്. പക്ഷേ നമ്മളെ സാഹചര്യങ്ങളും നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ താഴേക്ക് പോയി നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തികളായി മാറും. കോൺഫിഡൻസ് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള 5 വഴികളാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസിലൂടെയൊക്കെ ട്രൈ ചെയ്ത് നടത്തിയാൽ കുറേശ്ശെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുവഴി നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കണം. പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനുള്ള വഴികളായിട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്. ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി അത് പരിഹരിക്കുന്നതോടെ നമുക്ക് നല്ല കോൺഫിഡൻസ് കണ്ടെത്തും. നമ്മൾ കൂടുതൽ പേരും ചെയ്യുന്നത് ആ പ്രശ്നങ്ങളിലെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ആ പ്രശ്നം വലുതാക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി അത് പരിഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല കോൺഫിഡൻസ് കിട്ടുകയും ധൈര്യത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു ടിപ്സാണ്, നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാൻ കഴിയും. അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമുക്ക് തന്നെ സെൽഫ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താം. രണ്ടാമതൊന്നാണ് നമ്മുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഇല്ലാത്തതെങ്കിൽ നമ്മൾ പതുക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നേടിയെടുക്കണം. നമ്മൾ ഒരിടത്ത് മുമ്പ് ചെന്ന് സംസാരിക്കാൻ പേടിയെങ്കിൽ അത് പതുക്കെ നമ്മുടെ ആ പേടി വെച്ചത് കൊണ്ട് തന്നെ അത് നമ്മൾ ഓവർകം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പലതും നമുക്ക് വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലതും ഓവർകം ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഒന്നാണ്, നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ അഫർമേഷൻ എന്ന രീതിയിലും നമ്മൾ പറയുക, ഐ ആം കോൺഫിഡൻസ്, ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്, എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും, എന്നെക്കൊണ്ട് ഇത് പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നമ്മളോട് തന്നെ പറയുക. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമുക്ക് നല്ല ധൈര്യം തരുന്നതായിട്ടും, അത് മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മളെ ഒന്ന് പുഷ് ചെയ്ത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അടുത്തൊന്നാണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടെത്തുക. നമുക്ക് വീക്ക്നെസ്സുകളും കാണും, സ്ട്രെങ്തുകളും കാണും. അപ്പോൾ നമ്മുടെ സ്ട്രെങ്തിൽ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ കാണും. നമ്മളെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി നമ്മളെ തന്നെ താഴ്ത്തി കെട്ടി ഒന്നിനും കൊള്ളാത്ത ഒരാളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് പകരമായിട്ട് നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി അത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയണം. നമ്മൾ തന്നെ നമ്മളോട് ഒരു 50 പ്രാവശ്യം പറയും നമുക്കൊന്നിനും കഴിയില്ല, നമുക്കൊരു കഴിവില്ലാത്ത വ്യക്തിയാണ്, നമുക്ക് ബുക്കിൽ എഴുതി വയ്ക്കണം. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിലും മറ്റുള്ളവർ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമല്ലോ, അതൊക്കെ നമ്മളൊന്ന് കണ്ടെത്തി എഴുതി വയ്ക്കുക. അങ്ങനെ നമ്മളിലുള്ള നല്ല കാര്യങ്ങൾ കണ്ടെത്തുകയും അത് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കുകയും നമ്മൾ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നമ്മൾ അത്ര മോശക്കാരിയൊന്നും അല്ല, നമുക്ക് കഴിവുകളൊക്കെ ഉണ്ട്. നമ്മുടെ വീക്ക്നെസ്സുകളെല്ലാം കണ്ടെത്തി നമ്മൾ താഴ്ത്തി കിട്ടുന്ന വ്യക്തികളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മളെ സഹവസിക്കുന്ന ആൾക്കാർ നല്ല പോസിറ്റീവ് വൈബുള്ള ആൾക്കാരായിട്ട് നമ്മൾ കൂട്ടുകൂടുക. അപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ വർദ്ധിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. കളിയാക്കുന്നവർ, നമ്മൾ അവോയ്ഡ് ചെയ്യുന്നവർ, നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തി എഴുക്കൊണ്ടിരിക്കുന്നവർ, അവരുമായിട്ടുള്ള ചങ്ങാത്തമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റത് ഇതെല്ലാം കേട്ടിട്ട് നമ്മളും ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് കരുതി നമ്മൾ സ്വയം താഴ്ന്ന് നമുക്ക് ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയായി മാറും. അതിന് പകരമായിട്ട് നമ്മളെ പോസിറ്റീവായി വൈബുള്ള ആൾക്കാരുമായിട്ട് സഹവസിച്ച് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചെടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.